ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 28-ന്. അപ്പോൾ അവന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വീട്ടിനടുത്ത് തന്നെയാണ് ഈ ഒരു മാള് വരുന്നത്, ദാറുസ്സലാം മാള്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേഗം പർച്ചേസ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുട്ടികളും നേരെ പോയത് സെൻറ്റർ പോയിൻറ്റിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മോനിക്കാണ് ഡ്രസ്സ് എടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ഏരിയയിലേക്കാണ് പോയത്. ഒന്ന് മൊത്തത്തിൽ കറങ്ങി അവിടെ ഒന്ന് നിരീക്ഷിച്ച് എന്തൊക്കെയാണ് പുതിയ കളക്ഷൻ വന്നിട്ടുള്ളതെന്ന് നോക്കൽ എൻ്റെയും മോളെയും മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പറ്റുമെങ്കിൽ വാങ്ങാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടമായി, പക്ഷേ മോൾക്ക് ഇഷ്ടമായിട്ടില്ല. എനിക്ക് അവൾ കൂടുതൽ ഇങ്ങനത്തെ ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് കുറച്ചും കൂടി ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഷർട്ട്സ് അങ്ങനത്തെ ഒക്കെ ഇടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ടോപ്പ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തിട്ടില്ല. ഈ ഒരു ഗ്രീൻ കളറിൽ കഫ്താൻ മോഡലാണോ എന്നറിയില്ല, ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇട്ടപ്പോൾ എനിക്കൊരു സ്യൂട്ടാത്ത പോലെ തോന്നിയിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കൈൻ്റെ അവിടെയൊക്കെ ചെറിയൊരു ബീഡ്സിൻ്റെ വർക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു ഷർട്ടിനൊക്കെ 50% ഓഫറാണ്. കാഷ്വലായിട്ടൊക്കെ നമുക്ക് ഇട്ട് നടക്കാൻ പറ്റിയൊരു ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ഏരിയ തന്നെ ഒരു പിങ്കിഷ് കളർ തീമിൽ വരുന്ന കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഗൗണ്, ഷോർട്ട് ടോപ്സ്, പിന്നെ ഷർട്ട്സ് അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ളത്. നേരത്തെ കാണിച്ച ഗ്രീനിൻ്റെ ഒരു പിങ്ക് കളറാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്നറാണ്, ഫുൾ സ്ലീവിൽ വരുന്ന ഇന്നറാണ്. മൊത്തത്തിൽ തന്നെ ഞങ്ങളൊന്ന് ഒട്ടാകെ ഒന്ന് നിരീക്ഷിച്ച് നോക്കി എന്തൊക്കെയാണ് നല്ല കളക്ഷൻ ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ എല്ലായിടവും പരതി നടന്നു ഞാനും മോളും. അവസാനം എനിക്ക് മോക്കും കൂടി ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ള ടോപ്സാണ്. കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ടോപ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഒരു ബ്ലൂ കളർ ഷർട്ട് കണ്ടില്ലേ, അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ കുറേ മോളോട് പറഞ്ഞു ഇതെടുത്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ. അവൾ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, ഇത് സ്കൂൾ യൂണിഫോം പോലെയുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവളൊരു വൈറ്റ് ഫുൾ ലെങ്ത്ത് ഗൗണ് പൊക്കി പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇതെടുക്കണ്ട, നീ ആയതുകൊണ്ടൊന്നും പറഞ്ഞുകൂടാ. അവൾ ഫുള്ള് കച്ചറൊക്കെ ആക്കും, ശ്രദ്ധ കുറവുള്ളതുകൊണ്ട്. അതും ഫുൾ ലെങ്ത്ത് ആണല്ലോ, ഷോർട്ട് പോലെയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങനത്തെ ബാഗ്, ചെറിയ ചെറിയ കപ്സ്, പ്ലേറ്റ് അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഏരിയയിലേക്ക് വന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഒരു കപ്പിനൊക്കെ പകുതി പൈസയേ ഉള്ളൂ. 30 റിയാലിനൊക്കെ 12 റിയാലൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ സ്പെല്ലിംഗ് ആയിട്ടുള്ള കപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസിൻ്റെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ക്യൂട്ട് ബാഗ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പ്രൊഡക്റ്റൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, പകുതി തന്നെ നേരെ 50% ആയിട്ടാണ് ഓഫറിൽ ബാഗൊക്കെ കിടക്കുന്നത്.
പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്യാൻഡിൽസാണ്. ക്യാൻഡിൽസാണെന്ന് കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പാക്കിങ്ങിലൊക്കെയാണ് വന്നത്. പിന്നെ ഇവിടെയുള്ള ബാഗൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രോളി ടൈപ്പ് ബാഗാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഇതൊക്കെ വാങ്ങിച്ചിട്ടില്ലെങ്കിലും കാണാൻ തന്നെ ഒരു വേറെ തന്നെ ഒരു രസമായിരിക്കില്ല നമുക്ക്. ഇങ്ങനെയൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് തൊട്ടും തലോടിയും അതൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും കാണാൻ കൂടി ഒരു രസമാണല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് എല്ലാം മൊത്തത്തിലൊന്ന് നോക്കി. മോനിക്കൊരു ബാഗ് മേടിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അവനിക്ക് ഇതേപോലത്തെ ഒരു ട്രോളി ബാഗ് മേടിച്ചു. ഇതൊരു ഡസ്റ്റ് ബിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ലേ? ഇതിലൊക്കെ എങ്ങനെയാണ് വേസ്റ്റൊക്കെ ഇടാൻ തോന്നുക, ഇത്രയും നല്ല ഭംഗിയുള്ള ഡസ്റ്റ് ബിന്നിൽ. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. കുട്ടികൾ ഇതൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ തൊട്ട് നോക്കുകയും ഞാൻ തുറന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പൊട്ടിപ്പോവും, ഗ്ലാസ്സാണ് സംഭവം, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതൊക്കെ നല്ല എന്താ പറയുക, ഞാൻ പറഞ്ഞു നമുക്ക് വീടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തൊക്കെ വാങ്ങിച്ച് വെക്കാം, നല്ല ക്യൂട്ടായിട്ടുള്ള. ഇതൊക്കെ നമുക്ക് നമ്മുടെ DJൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവമില്ല, അത് ഈ ഒരു സംഭവം നല്ല ഭംഗിയില്ല കാണാൻ. ടേബിൾ മാറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ത്രെഡിലാണ്, മറ്റേത് ഒരു ബീഡ്സിൻ്റെ ടൈപ്പാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒക്കെ ഒന്ന് നോക്കി വെച്ചു. ഇതിനൊക്കെ ജസ്റ്റ് 3 റിയാലേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറേ നേരം വരെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഇതൊക്കെ നമ്മുടെ സ്മെല്ലിന് വെക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഞങ്ങൾ മുന്നോട്ടൊക്കെ നടന്നു. മോന് ഓരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നല്ലയില്ലേ, ഇത് നല്ലയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊട്ടിപ്പോവും അവിടെ വെക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വെച്ച് വാങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി കണ്ടൊക്കെ നടന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നോക്ക്, ഇതൊക്കെ നോക്ക്, ഫ്രൂട്ട് ബൗളാണ്, എന്ന് ഭംഗിയാണ് കാണാനൊക്കെ അല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും കാണാൻ തന്നെ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മളെപ്പോലത്തെ വീട്ടമ്മമാർക്ക്. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, അവർ പറഞ്ഞു ഇത് വാങ്ങാം ഉമ്മച്ചി, അത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് വീടൊക്കെ എടുത്ത് സെറ്റായിട്ട് വാങ്ങാം, ഒക്കെ ഒന്ന് കണ്ടും വെച്ച് നോക്കി നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല രസമാണ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ. എനിക്ക് കൂടുതൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഏരിയയെക്കാട്ടിയും ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഓരോ നമ്മളിപ്പോൾ ഒരു വീക്കിൽ പോയതായിരിക്കില്ല പിന്നത്തെ വീക്കിലുണ്ടാവുക, അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഗ്ലാസ് ജാറാണ്, പഡ്സ് ഇട്ട് വെച്ചൊരു ജാറാണിത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, മോനിക്ക് സ്കൂളിലേക്ക് വേണ്ടി കുറച്ച് നോട്ട്ബുക്ക് വേണ്ടിയിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച്, സെയ്തൂണിന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.